വാദന അസുഖത്തിനാണെങ്കിൽ നെഞ്ഞെച്ചില് പോച്ചിലിന് അതുപോലെ വിശപ്പ് പല ഒരു ബുദ്ധിമുട്ടിനൊക്കെ നമ്മള് ലിവാഗൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ വലിയവർക്ക് ഉണ്ടാകുന്ന ലിവാഗൻ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് നമ്മളെ കമ്പനി പുതുതായിട്ട് ഇറക്കിയിട്ടുള്ളത് തന്നെയാണ് ഒരു ലിവാഗൻ പോലെ ഒരു അതിന് പറ്റിയ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ആയുർവേദം എന്ന പ്രൊഡക്റ്റ്. കുട്ടികൾക്കും ഉണ്ട് ഇതേമാതിരത്തെ അസുഖം പക്ഷെ ആ കുട്ടികൾക്കൊന്നും പറയാനറിയാത്തത് കൊണ്ടൊക്കെ തന്നെ നമുക്കത് മനസ്സിലാക്കാനൊന്നും കഴിയില്ല. അതുപോലെ തന്നെ അതിന് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ആയുർവേദം. കുട്ടികളുടെ സംരക്ഷണത്തിനും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള ഒരു ആയുർവേദ ഉൽപ്പന്നമാണ് ആയുർവേദ ഡ്രോപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കുട്ടികൾക്ക് മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ഇത് ലിക്വിഡ് രൂപത്തിലാണ്. കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന് വൈറസിനുള്ള സംരക്ഷണം വേണം, നല്ല വിശപ്പ്, നല്ല ദഹനം വേണം. കുട്ടികളുടെ പ്രവർത്തനം, കുട്ടികളുടെ കരളിന്റെ പ്രവർത്തനം എന്ന് വളർച്ചയ്ക്കും വികാസത്തിനും അത്യാവശ്യമാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ അതിന്റെ പോഷകങ്ങൾ ന്യൂട്രീഷൻ ശരീരത്തിൽ നൽകുന്നു. പിന്നെ വിഷമുക്തവും പ്രതിരോധശേഷിയും ദോഷകരമായ വസ്തുക്കളുള്ള വിഷമുക്തമാക്കാൻ സഹായിക്കുകയും പ്രതിരോധ സംവിധാനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നെ ഊർജ്ജ നിയന്ത്രണം ഗ്ലൂക്കോസ് സംഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പിന്നെ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും സംരക്ഷണം, ഇരുമ്പ്, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി തുടങ്ങിയ സുപ്രധാന പോഷകങ്ങൾ സംഭരിക്കുന്നു. ദീർഘമായ ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നുണ്ട്. അതേമാതിരി വിട്ടുമാറാത്ത രോഗങ്ങൾ തടയുന്നുണ്ട്. ഈ കുട്ടികൾക്ക് ഈ മഞ്ഞപ്പിത്തം ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മഴന്റെ സമയത്തും അതേമാതിരി കാലാവസ്ഥ ഉണ്ടാകുന്ന ഒരു വൈറസിന്റെ ഒക്കെ ഒരു സംഭവം, അതേമാതിരി രോഗബാധിതരായ കുട്ടികൾ, ഈ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗത്തിൽ നിന്നുള്ള സമ്പർക്കം മൂലം ഉണ്ടാകുന്നതാണ്. പിന്നെ അതുമാതിരി വൃത്തിഹീനമായ ആഹാരവും വെള്ളവും കഴിക്കുന്നതുകൊണ്ടുള്ള പകർച്ച കുട്ടികൾക്ക് മഞ്ഞപ്പിത്തൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഈ അസുഖങ്ങൾ ബാധിച്ചാൽ എന്തെല്ലാം ലക്ഷണങ്ങൾ ഉണ്ടാവും നിൽക്കുക? വിശപ്പില്ലായ്മ ഉണ്ടാവും, ന്യൂട്രീഷൻ ലഭിക്കാതിരിക്കുക, പിന്നെ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാതിരിക്കുക, കുട്ടിയുടെ വളർച്ച കുറയുക, വൈറസും അണുബാധയും അതുപോലെ വിശപ്പില്ലായ്മ എന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട്. കാരണം തീർച്ചയായും ആയുർവേദത്തിൽ ഒരു പ്രധാന ഒരു പ്രൊഡക്റ്റാണ് ഈ കുട്ടികൾക്ക് തന്നെ ഈ പിന്നെ ആയുർവേദം ഉൾപ്പെടെ യാതൊരു സൈഡ് എഫക്റ്റും ഈ ഇത് കുട്ടികൾക്കില്ല. ഇത് അടങ്ങിയിട്ടുള്ള ചേരുവകൾ എന്ന് വെച്ചാൽ പുനർനിർവ, ഹരിതകി, കസ്നി, ഹിമസാര എന്നീ 15 ഔഷധങ്ങൾ ഈ സസ്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ ആയുർവേദം. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെ വെച്ചിട്ടാണെങ്കിൽ കരൾ പുനർജീവനത്തെ സഹായിക്കുന്നുണ്ട്, വിശപ്പിനെ മെച്ചപ്പെടുത്തുന്നുണ്ട്, കരളിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നുണ്ട്, വിഷാംശം ഇല്ലാതാക്കുന്നുണ്ട്, പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നുണ്ട്, സ്വാഭാവിക വിശപ്പ് പ്രവർത്തിക്കുന്നുണ്ട്, കരൾ മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്, ദഹനം മെച്ചപ്പെടുത്തുന്നുണ്ട്, കരളിന്റെ നിർജ്ജലീകരണം തടയുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെ കൊടുക്കുക വെച്ചിട്ടാണെങ്കിൽ പിന്നെ 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 തുള്ളി മുതൽ 10 തുള്ളി വരെയാണ് കൊടുക്കുക. പിന്നെ 2 നേരമാണ് കൊടുക്കേണ്ടത്. അവർ 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 തുള്ളി മുതൽ 2 നേരമാണ് കൊടുക്കേണ്ടത്. 10 തുള്ളി 20 തുള്ളി വരെ 2 നേരം കൊടുക്കുക. ഇത് നടക്കുകയാണെങ്കിൽ പിന്നെ ഈ 6 മാസം മുതൽ 2 വയസ്സ് വരെ കുട്ടികൾക്ക് 5 തുള്ളി മുതൽ 10, അതിന് കൂടുതൽ കൊടുക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് അളവ് കൂട്ടി കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പാടില്ല. അതേമാതിരി പിന്നെ മറ്റേത് 10 തുള്ളി മുതൽ 20 തുള്ളി വരെ അതേമാതിരി ആ അളവിലേ കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കാൻ പാടില്ല. അതേമാതിരി ഇത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വേണമെങ്കിൽ കലക്കി കൊടുക്കുക, വേണമെങ്കിൽ വായിൽ വേണമെങ്കിൽ ഉറ്റിച്ചു കൊടുക്കുക, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ചാല് ഇത് പിന്നെ നമ്മൾ 4 വയസ്സ് മുതൽ സാധാ വലിയ കുട്ടികൾക്കൊക്കെ ലിവാഗൈ കൊടുത്താൽ മതി. അതിന് പതിവുള്ളതാണ് ഈ ചെറിയ കുട്ടികൾക്ക് നമ്മളെ ഈ ആയുർവേദ ഡ്രോപ്സ്. പിന്നെ ഇത് 2 നേരം കൊടുക്കുക. ഈ പറഞ്ഞമാതിരി തന്നെ വലിയവർക്ക് ചെറിയ കുട്ടികൾക്ക് ഇത് അളവ് കൂടുതൽ കൊടുക്കാൻ പാടില്ല. ഇതിന് കൊടുക്കുന്ന സമയം എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ വലിയവർ കുടിക്കുന്ന മാതിരി തന്നെ അസുഖം വന്നിട്ട് കുടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അസുഖം വരുന്ന മുന്നേ തന്നെ കുട്ടികൾക്ക് അസുഖം വരാതിരിക്കാൻ ഇതേമാതിരി എടുക്കും കൊടുക്കുക. എന്നുവെച്ചാൽ നമ്മളെ ലിവാഗൈനും അങ്ങനെ തന്നെ ആണല്ലോ, നമുക്ക് അസുഖം വരുന്ന മുന്നേ കുടിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഈ മഴക്കാലൊക്കെ വന്നിട്ടാണെങ്കിൽ ഈ പിന്നെ ഒരു മഴക്കാലം വരെ 2 മാസം മുന്നേ കൊടുത്തു തുടങ്ങാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.